വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ മാമോദിസ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അന്നേരം ഗിഫ്റ്റ് ഒന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രസ് ആയിരിക്കും. ഇനി 2 വർഷത്തേക്കാണ് ഡ്രസ്സ് ഒന്ന് മേടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏതായാലും ഓരോന്നോരോന്ന് തുറന്നു നോക്കാം. ഇതിനകത്ത് തന്നെ 2 3 ഇതാരാ കൊണ്ടുവന്നത് എനിക്കറിയാം. ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് വന്ന ജീന വന്നതാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഡ്രസ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്കൂൾ ഡ്രസ്സും. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഡ്രസ്സായിട്ട് മാച്ചായിട്ട് കുഞ്ഞിന് ഡ്രസ്സ് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മള് അന്ന് തന്നെ ഡ്രസ് എടുത്തിട്ടു. അതിപ്പോ ഡ്രസ് അലക്കിയിട്ടേക്കാണ്. ഓക്കെ, താങ്ക് യു ജീനെ. ജീന ഇതൊരു ഡ്രസ്സാണ്, മുഴുവൻ ഡ്രസ്സുകളാണ്. ടീഷർട്ട്, ഇത് വേറെ ടീഷർട്ട്, ഇത് നിക്കറ്, ഇത് വേറെ നിക്കറ്. അപ്പൊ അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതും ഒരു ഡ്രസ്സിന്റെ പാക്കറ്റാണ്. വെള്ള ഡ്രസ്സാണ്. അറിയത്തില്ല കേട്ടോ, ഇതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കിട്ടുന്നില്ല. വള്ളി ഒരു കേറിയിട്ടുള്ള വള്ളി ഇത് ചെങ്ങന്നൂരിൽ നിന്ന് വന്ന നമ്മുടെ യൂട്യൂബേഴ്സ് വന്നാണ്. ലുട്ടാപ്പി ടീമിലൊക്കെയാണോ? ലുട്ടാപ്പി എന്ന ഡ്രസ്സാണിത്. സത്യം പറഞ്ഞത് എനിക്ക് പറഞ്ഞത് എനിക്ക് വരെ ചെയ്തു തോന്നുന്നില്ല. അവ 3 ദിവസത്തെ കൊച്ചിന് അത് പറഞ്ഞു മേടിക്കണമെന്നാ പറഞ്ഞത്. പക്ഷെ ഏതായാലും ഇച്ചൂടിന് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇച്ചിരി കറക്റ്റാണ്. അപ്പം നമുക്ക് ഇച്ചൂടിന് കൊടുക്കാം. ഇച്ചിരി കൊടുക്കാം. അല്ലേ, കുഞ്ഞാവ് വലുതാകുമ്പോ കുഞ്ഞാവിക്ക് കൊടുക്കാം. അന്നേരം അവൻ വേറെ തരും. അവൻ വർഷത്തിൽ അത് നോക്കണ്ട, വേഗം അതായത് നമുക്കൊരു ഇത് നമ്മൾ പാക്കറ്റ് നോക്കിയിട്ടല്ല നമ്മൾ മേടിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതാരാ തന്നേന്ന് നമുക്കറിയത്തില്ല. എങ്കിലും എല്ലാം കൂടെ മിക്സ് ആക്കി അതേ കളർ നമ്മുടെ ജോയിന്റിങ് ആയ കളർ കുറെ കിട്ടിയിട്ടുണ്ടാവുമ്പോ നമ്മൾ ഈ കളർ തേടിയാണ് നടന്നത്. പക്ഷെ എല്ലാ കടയിൽ നിന്നും അവർക്ക് ഈ കളർ കിട്ടി. നല്ല ലുക്ക് ഉണ്ട് അല്ലേ, അടിപൊളി. അടുത്ത പാക്കറ്റ് പേരിക്ക പാക്കറ്റാണ്. ഇതിനകത്ത് 2 ജോഡി ഡ്രസ് ഉണ്ട്. ഉണ്ടോ, ഞാൻ ഓർത്ത് ഒരു പാക്കറ്റ് ഒരു ജോഡി. ഇത് 2 ജോഡി വെച്ചാണല്ലോ ഓരോ പാക്കറ്റിനകത്തും തരുന്നത്. കോട്ടൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇടാൻ പറ്റിയ ചൂടുന്ന വലിയ ഡ്രസ്, നല്ല സ്പോഞ്ച്, നല്ല സ്മൂത്ത് ഡ്രസ് വന്നിട്ട് ഇടാൻ പറ്റില്ല. ചുമ്മാ ഇച്ചിരൂടെ വലുതാവണം, എന്നാലേ അത് ശരിയാവുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇടാം. അടുത്ത ബോക്സ് ഇതെല്ലാം പറയുന്ന ഡ്രസ്സാണ്. അടിപൊളിയാണ്, നല്ല ലുക്കുള്ളതാണ്. ആരാ മേടിച്ചാൽ നിന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സംഭവം എന്ന് പറഞ്ഞാല് എനിക്കൊരു ആക്സിഡന്റ് കേസായിട്ട് പോകേണ്ടതുകൊണ്ട് ഇതെങ്ങനെ ആരൊക്കെ തന്നു എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അറിയുന്നുണ്ട്, പക്ഷെ ഇത് ആരൊക്കെ എന്തൊക്കെ തന്നു എന്ന് ഒരു പിടുത്തം. ഞാൻ പറയുന്നത് അതത് കളത്തിലാണ്. ഇതൊന്നും ഭയങ്കര വെയിറ്റ് ആയ സാധനമാണ്.
നല്ല വെയിറ്റ് ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് തുറന്നു നോക്കാം. ഇച്ചിരി വെയിറ്റ് കൂടിയ സാധനം. ഇതിനകത്ത് എന്തോരം ഡ്രസ്സാണോ അതോ എന്തോരം ആണോ എന്ന് അറിയത്തില്ല. ഭയങ്കര വെയിറ്റാണ്. എന്റെ പൊന്നു, ഇതിനല്ലേ സെറ്റുകളുടെ ഘോഷയാത്രയോ. ഇതൊരു ജോഡി റോസ്. പിന്നെ അടുത്ത തന്നെ ബെഡ്ഷീറ്റ്. നമുക്ക് ബെഡ്ഷീറ്റ് ഇല്ലാന്ന് അറിഞ്ഞിട്ട് ആരോ മേടിച്ചെന്ന പറയുന്നുണ്ട്. നല്ല വെയിറ്റ്. വീഡിയോ കാണുന്നവർ ആരെയും കാണോന്ന് അറിയത്തില്ല. ഇത് ഇവിടെയുള്ള ഇതിനാണെന്ന് ഡൗട്ടുണ്ട്, അറിയത്തില്ല. ഏതായാലും ബെഡ്ഷീറ്റ് തന്നെ ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അല്ല എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്. പിള്ളേരോടും ഉണ്ട്. ഈ കളർ തീർക്കാൻ പറയാൻ വലിയ ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ട് ജാസ്മിൻ സൈസ്. കൈവേറ അടിച്ചില്ലേ രാവിലെ. ഇങ്ങനെ അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് എല്ലാം ഡ്രസ്സായിരിക്കും, പക്ഷെ പല മോഡലിലുള്ള ഡ്രസ്സാണ്. അതിന്റെ ഫ്രണ്ടാണോ ബേക്ക ശരിക്കും സൂപ്പർ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം എല്ലാം കറക്റ്റാണ് അല്ലേ. ഇവിടുത്തെ കടയിൽ ഞങ്ങൾ മേടിച്ചതാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ നോക്കുകയായിരുന്നു. മാറ്റുന്നല്ലോ ഇതെല്ലാം എടുത്ത് മാറ്റിയെടുക്കാൻ ഇടാൻ മറന്നു. അങ്ങനെ കുറേ പാലക്കാട് അടുത്ത് പത്തടിക്കാൻ തുടങ്ങും. ഇത് ചുമന്ന് പക്ഷെ ഇത് നിൽക്കുന്നില്ല. ഒരു പച്ചക്കളർ ഷർട്ട്. വാവ്, ചുമൻ ഇത് കറക്റ്റാ. പക്ഷെ എല്ലാം ആർക്കായാലും നമുക്ക് ഇതിടാം. നല്ല അച്ചുമൻ വലുതായിട്ടിടാം, ഇല്ല അച്ചുമൻ ഇടാം. എല്ലാം കറക്റ്റാണ്. സൂപ്പർ ഡ്രസ്സാണ്. ഇത് നമുക്ക് നമ്മുടെ അയലപ്പത്ത് വരുന്നത് ഒരു ചേച്ചി മൂടി നമുക്ക് തന്നത് പേരാണിത്. ഇതൊരു വെറൈറ്റി ഷർട്ടാണ്. ഇതിനകത്ത് 2 പാക്കറ്റ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അതെ, ഷൂ ഉണ്ട്. കുഞ്ഞാടിക്ക് 2 ഷൂ മേടിച്ചിട്ടുണ്ട്. ഷൂ ഓക്കെ. താങ്ക് യു എല്ലാവർക്കും. ആരാണെങ്കിലും എല്ലാവർക്കും താങ്ക് യു. വാവ്, സൂപ്പർ ഡ്രസ്. ഇതിലെ ആൾക്കാർ അടുത്തൊരു ഡ്രസ്. ഇത് ഏകദേശം കറക്റ്റാണെന്ന് തോന്നുന്നു അല്ലേ. ചൂടിന് എന്തായാലും ടൈറ്റ് ആയിരിക്കും. ഇത് ചെറുവിന് ഏകദേശം കറക്റ്റാണ്. അപ്പൊ താങ്ക് യു. ഇത് നമ്മളെ പ്രിയ തന്നാണ്. നമ്മളിതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്രിയ TV വയനാട് മണ്ണാടി എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എഴുതി ഞങ്ങൾ പൊട്ടിക്കാണ്.
അവള് മാനന്തവാടിയിൽ നിന്ന് വന്നിട്ട് അവള് കേരളത്തിൽ കുറെ നേരം ഈ ഡ്രസ് തപ്പാൻ വേണ്ടിയിട്ട് അവള് നിന്നത്. കാര്യമായിട്ട് മുറിഞ്ഞിട്ട് ഞാൻ അത്രയായിട്ട് മുറിഞ്ഞുണ്ട്. ആരാന്നറിയത്തില്ല. അതെങ്കിലും താങ്ക് യു, അടിപൊളിയാണ്. എന്റെ നിക്കറാണ്. ഓക്കെ, നീ അത് സ്പ്രേ അടിച്ചു പാലക്കാട്. വാവ്, അടിപൊളി ഡ്രസ്സാണ്. ഇച്ചിരി വലിപ്പമുണ്ട് അല്ലേ? കുറിച്ച് നോക്കാം. അപ്പോൾ വേദ നമ്മുടെ സൂപ്പർ നിൽക്കുക അല്ലേ? എല്ലാം പൊട്ടിക്കുന്ന കാണുമ്പോഴത്തേക്കും എങ്കിലും എല്ലാവരും മൊത്തം കാണണേ. വലിയ ചുട്ടനും മകനും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വലുതാണ്, ഇത് സ്മോളാണ്. എനിക്ക് പറ്റുള്ളൂ. ഇതിച്ചിരി വലുതാണ്, വാങ്ങിയും പറ്റില്ല അല്ലേ? ഇവിടെ ഏത് കടയാണ് മേടിച്ചത് എനിക്ക് അറിയത്തില്ല. ഇതും വലുതായിരിക്കും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ എത്തുള്ളൂ. ഇത് ചിലപ്പോ ഏച്ചുമോനെ കറക്റ്റായിരിക്കും അല്ലേ? ഇത് ഈ ഷർട്ട് ഇത് ചിലപ്പോ കറക്റ്റായിരിക്കും. ഞാൻ ഇതിൽ ഇട്ട് നോക്കാം. ഇതെന്താണെന്ന് വരിക കുറച്ചുകൂടായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് വലുതാണ്. നമ്മുടെ യൂട്യൂബ് ഫാമിലിക്കായിട്ട് തന്നെ യൂട്യൂബ് ഏറ്റവും വലിയ ഡ്രസ്സാണ്. കുട്ടു സമ്പൂസ് ബ്ലൗസിന്റെ അടിയിലേ നിക്കറയില് യൂട്യൂബ് നമുക്ക് വീഡിയോ ബോറായിട്ട് നമ്മൾ അറിയാം. കുറച്ച് സ്പീഡാക്കാം. പറ്റൂല, അതിന് പണിയാണ്. ഇത് ഇച്ചുമലാണെന്ന് തോന്നുന്നത് കറക്റ്റ്. ഞാൻ കറക്റ്റുണ്ടായിരുന്നു. ഇത് ഇച്ചുമലും കറക്റ്റ് ആവില്ല. അത് പിന്നെ നിക്കറുണ്ട്, അതെ പാൻറ്റുണ്ട്, ഇതിന്റെ ഉടുപ്പുണ്ട്. അടിപൊളി. ഇത് ഇച്ചുമനെ കറക്റ്റ് ആവുള്ളൂ. അതുപോലെ ഞങ്ങൾ എടുക്കാൻ മുമ്പ് ഇതുപോലത്തെ ഞങ്ങൾ എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ കഴിഞ്ഞു. ഇത്ര ഡ്രസ്സ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ ഒരു അരഞ്ഞാണം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരഞ്ഞാണവും പിന്നെ മാലയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്റെ കുഞ്ഞമ്മ ഒരു മോതിരം തന്നിട്ടുണ്ടായിരുന്നു, ഒരു മോതിരം. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാള് 2 കാൽത്തള തന്നിട്ടുണ്ടായിരുന്നു. പേര് പറയില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് പേര് പറയുന്നില്ല. പിന്നെ എന്റെ അമ്മായി ഒരു അരഞ്ഞാണം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് അല്ലാതെ കിട്ടിയ നേരത്തെ ഇത്രയും ഡ്രസ്സുകൾ. അപ്പൊ താങ്ക് യു. പിന്നെ എല്ലാവരുടെ സ്നേഹവും ഇതിനേക്കാട്ടി കൂടുതൽ കിട്ടിയത് ഒത്തിരി സ്നേഹമാണ്. അതിനൊത്തിരി താങ്ക്സ്. അപ്പോ നമുക്ക് ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടി. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു, സഹകരിച്ചു. അപ്പം വളരെ സന്തോഷമായി. ഇത്ര ഗിഫ്റ്റ് കിട്ടി. പിന്നെ കുറച്ചുപേര് കാശായിട്ട് തന്നു. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് 2 പേര് നമുക്ക് പൈസ ഇട്ട് തന്നായിരുന്നു. പിന്നെ അവരുടെ പേര് പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാരും വന്നു. പിന്നെ നമുക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് അത്രയും സന്തോഷം അടിച്ചുപൊളിയാക്കാൻ പറ്റില്ല. എനിക്ക് അതിന്റെ പുറകെ ഓടേണ്ടി വന്നു. അപ്പൊ ഞാൻ നമ്മള് ആ പരിപാടികളൊക്കെ ഒത്തിരി മിസ് ചെയ്തു. എല്ലാം സെറ്റപ്പും സ്പീക്കറും സെറ്റപ്പും എല്ലാം കൂട്ടുകാർ കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി വെച്ചു. പക്ഷെ എല്ലാവരുടെ മൈൻഡ് അപ്പത്തേയും പോയി. ആക്സിഡന്റ് പറ്റി. പിന്നെ പറയാനുള്ളത്, നമ്മളെ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട് നമ്മളെ വെറും ഫോണിൽ കൂടി മാത്രം ബന്ധമുണ്ടായാൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാട് നിന്നും വയനാട്ടിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും മലപ്പുറത്തുനിന്നും
ഒക്കെ കുറെ പേര് വന്നു. ഒത്തിരി പേര് വന്നു. പിന്നെ ഒത്തിരി പേർക്ക് വരാൻ പറ്റാതെ ആയിപ്പോയി, സാഹചര്യമായിപ്പോയി. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റാതെ ആയിപ്പോയി. നമ്മൾക്ക് ഈ യൂട്യൂബിന് മാത്രമേ പരിചയമുള്ളൂ. ഞാൻ ആ സമയത്ത് അടുപ്പിച്ച് ലൈവ് വന്നെങ്കിലും പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്നും അല്ലെങ്കിൽ നമ്പർ ഇല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോ ചെയ്യാതെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരുന്നു ലൈവില്. അവർക്കും വരാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും എങ്കിലും ഇനി അടുത്ത എന്തെങ്കിലും ഫംഗ്ഷൻ നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് കൂടാം. അല്ലെങ്കിൽ ഇനിയും നമ്മൾ കൂടും. വേറെ ഏതെങ്കിലും വഴി അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള ബാക്കി ആൾക്കാരുടെ കല്യാണോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അടിച്ചുകൊണ്ട് കൂടും. പിന്നെ പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇപ്പൊ തന്നോണ്ടിരിക്കുന്ന സ്നേഹവും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഇനിയും തന്നുകൊണ്ടിരിക്കണം, സ്നേഹവും സപ്പോർട്ടും ഒക്കെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയും വീഡിയോസ് കണ്ടാലേ നമുക്ക് അതിനകത്ത് ലിങ്കൊക്കെ കിട്ടി തുടങ്ങുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ മൊത്തം കണ്ടാൽ മാത്രം. അപ്പൊ എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണണം. ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്, അത് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വന്ന ഞങ്ങളുടെ പരിപാടിയിൽ വന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും വന്നിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ബൈ. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ തീരുവാണ്. താങ്ക് യു.